യെസ്, മറ്റു വാർത്തകളിലേക്കാണ്. ന്യൂസ് മോർണിംഗ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ടപ്പോൾ മലബാർ മേഖലയിലെ കനത്ത ചൂട് മാർച്ച് മാസം വരെ തുടരാനാണ് സാധ്യത എന്നാണ് അന്തരീക്ഷ ശാസ്ത്ര വിദഗ്ധൻ പ്രൊഫസർ MK സതീഷ് കുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. ഉത്തരേന്ത്യയിലെ അതിശൈത്യത്തിന്റെ പ്രതിഫലനമാണ് പുലർച്ചെയുള്ള തണുപ്പും പകൽ സമയത്തെ കൊടും ചൂടിന് കാരണവും. കടലും കരയും ഒരേ ഊഷ്മാവിലായതോടെ കടൽക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതും ചൂട് കൂടാൻ കാരണമായിട്ടുണ്ടെന്നും സതീഷ് കുമാർ പറയുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലബാറിലാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു മേഖല. അതിൽ തന്നെ കണ്ണൂർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ണൂർ വലിയ തരത്തിലുള്ള ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചൂട് കൂടുന്നത്, ഇതിനൊക്കെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ കണ്ണൂർ സർവകലാശാല അന്തരീക്ഷ വിഭാഗം മുൻ മേധാവിയായിട്ടുള്ള പ്രൊഫസർ MK സതീഷ് കുമാർ സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, ഇതിപ്പം നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ഉൾപ്പെടുന്ന മേഖലയാണ് കനത്ത ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ അനുഭവപ്പെടുന്നത്? അത് പൊതുവേ നമുക്ക് ഒരു ഫെബ്രുവരി മാർച്ച് മാസം നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് തണുപ്പ് കാലം കഴിയും, ജനുവരിയോടുകൂടെ തണുപ്പ് കാലം കഴിയും. എന്നിട്ട് ശരിക്കും ഉഷ്ണകാലം തുടങ്ങുന്നത് ഒരു മാർച്ച് മാസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു സമയമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തണുപ്പ് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉത്തരേന്ത്യയിൽ തണുപ്പ് കാലം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് നമ്മുടെ കിഴക്കൻ മലയോര മേഖലകളിൽ കൂടുതലായിട്ട് എത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് രാവിലെ നമുക്ക് നല്ല തണുപ്പ് കിട്ടുന്നത്. പക്ഷേ ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന തണുപ്പ് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് എത്തുന്നതോടുകൂടെ അതിൻ്റെ അകത്ത് ഉള്ള അന്തരീക്ഷ മലിനീകരണം അടങ്ങിയ വാതകങ്ങൾ ഒരു പാളിയായി ശരിക്കും നമ്മുടെ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും അന്തരീക്ഷ മലിനീകരണം നടത്തുന്ന വാതകങ്ങളാണ്. അപ്പോൾ ഈ വാതകങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചൂടിനെ തടയാൻ അതിന് സാധിക്കും. അതായത് ചൂടിനെ അത് ആഗിരണം ചെയ്യും. അതപ്പോൾ ഒരിക്കലും ചൂട് പുറത്തേക്ക് പോകുന്നില്ല. ഈ പാളി അതിനെ ആഗിരണം ചെയ്യുന്നത് കാരണം ഒരു ഓവനിൽ ഇട്ട ഒരവസ്ഥയിലാണ് നമുക്കുണ്ടാവുക. അതാണ് രാവിലത്തെ തണുപ്പ്. അത് കഴിഞ്ഞിട്ട് ആ തണുപ്പിന്റെ അകത്ത് രൂപപ്പെടുന്ന വാതക പാളി അവിടെ നിന്നുകൊണ്ട് പിന്നീട് ചൂട് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ഭൂമി ചൂടാവും. ആ ഭൂമിയിൽ നിന്ന് ബഹിർഗമിക്കുന്ന ചൂടിനെ അത് ശരിക്കും ആഗിരണം ചെയ്ത് പുറത്തേക്ക് പോകുന്നതിനെ തടയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അന്തരീക്ഷം നന്നായി ചൂടാവുന്നു. അത് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അറബിക്കടൽ ചൂടായി. അത് പണ്ട് കാലത്ത് ഉള്ള കടലല്ല ഇപ്പോഴും കടലിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 0.5 ഡിഗ്രിയോളം കൂടിയിട്ടുണ്ട്. അപ്പോൾ 0.5 ഡിഗ്രി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ബാഷ്പീകരണം കൂടും. അപ്പോൾ കൂടുതൽ അന്തരീക്ഷത്തിൽ മേഘങ്ങളുണ്ടാവും. അതും ചൂട് തടയാനുള്ള ചൂടിനെ ആഗിരണം ചെയ്യുന്ന ഒരു സാധനമാണ്. കരയും കടലും ഒരുപോലെ ചൂടാവും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന കടലിന് ശരിക്കും പറഞ്ഞാൽ കരയിലേക്ക് വീശുന്ന ഒരു 12 മണിയോടുകൂടെ ഉച്ചയ്ക്ക് വരുന്ന കാറ്റ്, അത് കരയാൻ തണുപ്പിക്കുന്നതാണ്. അതിൻ്റെ ശക്തി കുറഞ്ഞു. കരയും കടലും ഏകദേശം ഒരേ ടെമ്പറേച്ചറിൽ ഊഷ്മാവിലായത് കാരണം അതിൻ്റെ ഇത് കുറഞ്ഞു. അപ്പോൾ ശക്തി കുറയുന്നതും ശരിക്കും പറഞ്ഞാൽ ആ ചൂടിനെ കുറക്കാനുള്ള സഹായം പോയി. അപ്പോൾ ചൂട് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയുള്ള ഘടകങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചൂട് കൂടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോൾ ഇന്നലെ 33.6 ഡിഗ്രിയാണ് കണ്ണൂരിൽ അനുഭവപ്പെട്ട ചൂട്. അപ്പോൾ 33.6 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ ചൂടാണ്. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് എന്ന് പറഞ്ഞാൽ അതിനോട് ഒരു 6 ഡിഗ്രിയും കൂടെ കൂട്ടണം. അപ്പോൾ 39.3 ഡിഗ്രി, 40 ഡിഗ്രിയോളം നമുക്കിവിടെ ചൂട് അനുഭവപ്പെടും. ഇതാണ് സത്യം. ഇതിന് നമ്മൾ ഈ ചൂട് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ എത്ര കാലത്തേക്ക് ഇനി ഈ ചൂട് നിൽക്കേണ്ട? ഒരു ഫെബ്രുവരി മാസം പൂർണ്ണമായിട്ടുണ്ടാവും. അത് ശരിക്കും ഫെബ്രുവരി മാസത്തിൻ്റെ കണക്കല്ല. അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഈ കാറ്റ് അവസാനിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന കാറ്റ് അവസാനിക്കണമെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ശൈത്യകാലം അവസാനിക്കണം. ഏതായാലും നമ്മൾക്ക് മലബാർ മേഖലയിൽ ഇപ്പോൾ ആശ്വാസപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഒരു മാർച്ച് മാസം ആകുമ്പോഴേക്കും ഇതിനകത്ത് ചെറിയൊരു മാറ്റം വന്നേക്കാം. അത്ര വരെ ഈ കൊടും ചൂട് തുടരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ മേഖലയിലുള്ള വിദഗ്ധനായിട്ടുള്ള പ്രൊഫസർ MK സതീഷ് കുമാർ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് വടയൂർക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.